എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു ഹെൽത്തി റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ബട്ടർ ഗാർലിക് എഗ്ഗ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്, സ്പെഷ്യലി കുട്ടികൾക്ക്. ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ഇത് സാധാരണ പശുവിൻ പാലിലാണ് ചെയ്ത് കാണാറ്. ഞാനിത് കോക്കനട്ട് മിൽക്കിലാണ് ചെയ്യുന്നത്. കോക്കനട്ട് മിൽക്കിൽ ചെയ്താൽ ഇത് ഹെൽത്തിയുമാണ്, കൂടുതൽ ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. മുട്ട ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഇത് നമ്മുടെ വറ്റൽമുളക് ചതച്ചതാണ്, 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഇത് മിക്സ് ആക്കി എടുക്കാം. ഇതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇത് അധികം മിക്സ് ആക്കണ്ട, ഇതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം. അധികം ചെറിയ കഷ്ണങ്ങളാവണ്ട, ഇതുപോലെ ആയാൽ മതി. ഇതൊന്ന് മാറ്റി വെക്കാം. വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കാം. ഇത് 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ ഒറിഗാനോ, ഇതെല്ലാം ഒന്ന് ലോ ഹീറ്റിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒറിഗാനോ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതൊരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഈ ടൈമിൽ ഇതിലേക്ക് 3/4 കപ്പ് കോക്കനട്ട് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കോക്കനട്ട് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് പശുവിൻ പാലിലും ചെയ്യാം കേട്ടോ. ഇത് ലോ ഫ്ലെയിമിൽ ഒന്ന് കുറുക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരുന്ന മുട്ട ഇട്ട് കൊടുക്കാം. ഇതൊരു 1-2 മിനിറ്റ് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ ഹെൽത്തി റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ആക്കാം. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ബട്ടർ ഗാർലിക് എഗ്ഗ് റെഡി ആയിട്ടുണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാവുന്നതാണ്.
മുട്ട കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു കൊടുത്താൽ അവരത് ഇഷ്ടത്തോടെ കഴിച്ചോളും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണേ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.